നമ്മളിനി പറയാൻ പോകുന്നത് ബേസിക് ലിസ്റ്റ് മാനിപ്പുലേഷൻ ഫങ്ഷൻസ് ആണ് ലിസ്റ്റിൽ ഉപയോഗിക്കുന്നത്. അതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒരു സിംഗിൾ കോഡ്സ് ഇട്ടിട്ട് ബ്രാക്കറ്റിനകത്ത് നിങ്ങൾക്കറിയാം, ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ബ്രാക്കറ്റിനകത്ത് എലമെൻറ്റ്സ് എഴുതുന്നതാണ്. അപ്പം ഒരു സിംഗിൾ കോട്ട് അതിന് മുന്നേ ഇടുകയാണെങ്കിൽ ലിറ്ററലി അത് വാല്യൂ ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൽത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒന്നും ഈ സിംഗിൾ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ നടക്കില്ല. ഉദാഹരണത്തിന് സിംഗിൾ കോട്ട് +3 5 നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, സാധാരണ നിങ്ങൾ സിംഗിൾ കോട്ട് ഇല്ലാതെ +3 5 എന്ന് കൊടുത്താൽ 3 + 5 8 എന്ന് ലിസ്റ്റ് പ്രോഗ്രാം റൺ ചെയ്യും. പക്ഷേ സിംഗിൾ കോട്ട് ഇട്ടിട്ട് കൊടുത്താൽ അത് +3 5 എന്നുള്ള എലമെൻറ്റ്സ് ആയിട്ട് തന്നെ വീണ്ടും പ്രിൻറ്റ് ചെയ്യത്തുള്ളൂ. ഇനി അടുത്ത് നിങ്ങൾ പറയാൻ പോകുന്നത്, നമുക്ക് വേരിയബിൾസിനെ കുറിച്ച് പറയാം. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ സിംബോളിക് ആറ്റംസ് ആണ്. അത് നോൺ ന്യൂമറിക് ആണ്, ന്യൂമറിക് അല്ല. നമുക്കറിയാം x, y, a, b, c എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിൾസ് ഒക്കെ പൊതുവെ അസൈൻ ചെയ്യാറ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. സെറ്റ് ക്യൂ എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഇവിടെ വേരിയബിൾസ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ക്യൂ x10 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമുക്ക് എക്സിന് 10 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ആ പ്രോഗ്രാം റൺ ആകുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും, 10 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് എക്സിൻ്റെ വാല്യൂ റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 10 എന്ന് കിട്ടും. അതുപോലെ സെറ്റ് ക്യൂ x +3 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3 + 5 8 എന്ന് കിട്ടും. പക്ഷേ സെറ്റ് ക്യൂ x' 3 + 3 5 ആണെങ്കിലോ, ഞാൻ പറഞ്ഞു കോഡ്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വാല്യൂ ചെയ്യില്ല, അതിന് പകരം +3 5 എന്നുള്ളതിന് റിട്ടേൺ ചെയ്യും. ഇൻ കേസ് നമ്മളൊരു വേരിയബിൾ വാല്യൂ കൊടുക്കാതെ കോൾ ചെയ്യുന്നതാണെങ്കിൽ y എന്ന് എഴുതുന്നത് കൊടുക്കുകയാണെങ്കിൽ അത് എറർ എന്ന് പറഞ്ഞ് കാണിക്കും. അതാണ് അൺബൗണ്ട് വേരിയബിൾ y എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി നമുക്ക് ഏതൊക്കെയാണ് ലിസ്റ്റ് മാനിപ്പുലേഷൻ ഫങ്ഷൻസ് നോക്കാം. ആദ്യം ഒരു ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യും, സാധാരണ പോലെ തന്നെയാണ്. ഒരു ബ്രാക്കറ്റിനകത്ത് ഫംഗ്ഷൻ നെയിം എഴുതുക, എന്നിട്ട് ആർഗ്യുമെൻറ്റ് 1 ആർഗ്യുമെൻറ്റ് 2. എക്സാമ്പിൾ എന്താണ്, പ്ലസ് എന്ന് എഴുതിയിട്ട് 3 5. പ്ലസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നെയിമാണ്, 3 5 എന്ന് പറഞ്ഞാൽ അവിടെ ആർഗ്യുമെൻ്റാണ്. അപ്പം ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പിന്നെ 8 ഫംഗ്ഷൻസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധാരണ ഉപയോഗിക്കാറ്. CAR, CDR, കോൺസ്, ലിസ്റ്റ്, അപ്പൻഡ്, ലാസ്റ്റ്, മെമ്പർ, റിവേഴ്സ്. അതിൽ CAR എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിലെ ഫസ്റ്റ് എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം CAR എന്ന് എഴുതിയിട്ട് ABC എന്ന് പറഞ്ഞ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, A എന്നുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും. CDR എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിലെ ഫസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻറ്റും പ്രിൻറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ CAR, CDR എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനാണ് അല്ലേ. CDR എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് മാത്രം എടുക്കും, CDR എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് ഒഴിച്ചുള്ളതല്ലേ എടുക്കും. അപ്പോൾ CDR ABC എന്ന് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും, B യും C യും കിട്ടും. അടുത്ത ഇതിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് CAR എഴുതുമ്പോഴും CDR എഴുതുമ്പോഴൊക്കെ ആ ലിസ്റ്റിന് മുന്നേ എന്താണ്, ഒരു സിംഗിൾ കോട്ട് ചേർക്കണം. അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഇതെല്ലാം എന്തെങ്കിലും ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണെന്ന് കമ്പ്യൂട്ടർ വിചാരിക്കുക. അത് മീൻസ് അങ്ങനെ എടുക്കാതിരിക്കാനാണ് ഒരു -ABC എന്നുള്ളത് നമ്മൾ ചേർക്കുന്നത്. അടുത്ത കോൺസ് -A-BC എന്ന് എഴുതിയാൽ എന്ത് പറ്റും, കോൺസ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിനെ രണ്ടാമത്തെ ഒരു ലിസ്റ്റ്, എപ്പോഴും കോൺസ് എഴുതുമ്പോൾ ആദ്യത്തെ ഒരു സിംഗിൾ എലമെൻ്റ് ആയിരിക്കും, രണ്ടാമത്തെ ലിസ്റ്റ് ആയിരിക്കണം. ഉത്തരമായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു സിംഗിൾ എലമെൻറ്റിനെ ലിസ്റ്റിൻ്റെ ആദ്യത്തേൽ ചേർത്തതായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടും, ABC എന്നുള്ള ലിസ്റ്റ് പ്രിൻ്റ് ആവും. അടുത്ത ലിസ്റ്റ് -A-BC ആണെങ്കിലോ, എങ്ങനെയാണോ ആ എലമെൻറ്റ്സ് തന്നിരിക്കുന്നത് അതുപോലെ ഓരോരോ എലമെൻ്റായിട്ട് പ്രിൻറ്റ് ചെയ്യും. രണ്ടാമത്തെ ലിസ്റ്റാണ്, പക്ഷേ ആ രണ്ടാമത്തെ ലിസ്റ്റ് മെർജ് ആവുന്നില്ല, അതിന് പകരം ലിസ്റ്റായിട്ട് തന്നെ, സബ് ലിസ്റ്റായിട്ട് തന്നെ അത് പ്രിൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ടേക്സ് എനി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ എ ലിസ്റ്റ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആസ് എലമെൻറ്റ്സ്. അപ്പോൾ ഉണ്ടോ, ബ്രാക്കറ്റിൽ A, ബ്രാക്കറ്റിൽ BC. അടുത്ത അപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 അതിൽ കൂടുതൽ ലിസ്റ്റിനെ ഒറ്റ സിംഗിൾ ലിസ്റ്റായിട്ട് മെർജ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവിടെ നിങ്ങൾക്കറിയാം A-BC കൊടുത്താൽ എന്ത് പറ്റും, ABC എന്ന് കിട്ടും. അടുത്ത ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ലാസ്റ്റ് എലമെൻറ്റ് എടുക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി മെമ്പർ -B-ABD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത, നിങ്ങൾ ആദ്യം ഒരു എലമെൻറ്റ് കൊടുക്കും, രണ്ടാമത് ഒരു ലിസ്റ്റ് കൊടുക്കും. ഇനി രണ്ടാമത് കൊടുക്കുന്ന ലിസ്റ്റിൽ എവിടെയാണോ ആദ്യത്തേട്ട് മാച്ച് ആവുന്നത് അത് തൊട്ടുള്ളത് പ്രിൻ്റ് ആവും. ഉദാഹരണത്തിന് ഇവിടെയെന്ന് പറഞ്ഞാൽ B ആണ്, A മാച്ച് ആവുന്നില്ല, അപ്പോൾ അത് പ്രിൻ്റ് ആകത്തില്ല. പിന്നെയോ B എന്നുള്ളത് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിൽ ആദ്യമായിട്ട് മാച്ച് ആവും, അപ്പോൾ അത് തൊട്ടുള്ള എല്ലാ ആർഗ്യുമെൻറ്റും Bയിൽ ഇത് പ്രിൻ്റ് ആവും. അപ്പോൾ Bയിൽ നല്ല സെക്കൻഡ് ആർഗ്യുമെൻറ്റിൽ പ്രിൻ്റ് ആവും. അപ്പോൾ Bയും D ആണ് സെക്കൻഡ് ആർഗ്യുമെൻറ്റിലുള്ളത്, അപ്പോൾ Bയും Dയും പ്രിൻ്റ് ആവും. ഇനി അടുത്ത റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിനെ നേരെ തിരിച്ച് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പ്രിൻ്റ് ചെയ്യാനല്ല, നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടാൻ ഉപയോഗിക്കുന്നതാണ് റിവേഴ്സ് എന്നുള്ളത്. ഇനി നമുക്ക് സീക്വൻസ് ഓഫ് CAR ആൻഡ് CDR. CAR ഫംഗ്ഷനും CDR ഫംഗ്ഷനും ഓർഡറിൽ പെർഫോം ചെയ്യുന്നതിന് CAD-ADR എന്ന് പറയും. കമ്പൈൻ ചെയ്യുമ്പം CAR എന്നല്ല എഴുതുന്നത്, ശ്രദ്ധിച്ചോ, CAD-ADR എന്നാണ് ആ ഫംഗ്ഷന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ നിന്ന് സിയുടെ വാല്യൂ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തുപയോഗിക്കാം, CAD-ADR എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സിയുടെ വാല്യൂ കിട്ടും.
ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാവുന്നത്. ഇവിടെ ഡിഫൺ എന്ന് പറഞ്ഞാൽ DEFUN ഈ ഒരു പേരാണ്, ഈ ഒരു ഫംഗ്ഷൻ നെയിമാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ CPPയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കണം, പാരാമീറ്റേഴ്സ് കൊടുക്കണം, പിന്നെ ഫംഗ്ഷൻ ബോഡി അല്ലെങ്കിൽ ലിസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഫംഗ്ഷൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ എന്തെങ്കിലും ആയിരിക്കും, അത് ആ ഫംഗ്ഷൻ കൊണ്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ എഴുതും? ഡിഫൺ നെയിം, ഫംഗ്ഷൻ്റെ നെയിം, ബ്രാക്കറ്റിൽ എന്ത് എഴുതും? പാരാമീറ്റേഴ്സ് ABC എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ബോഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് C = A+B എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡിയായി. ഓക്കെ, അപ്പോൾ ഡിഫൺ എന്ന ഫംഗ്ഷൻ കൊടുത്താൽ നമുക്ക് ഉടനെ അതിൻ്റെ ഉത്തരം കിട്ടത്തില്ല, അതാകെ ഒരു ഫംഗ്ഷൻ ബിൽറ്റ് ചെയ്യുള്ളൂ. ഇനി അപ്പോൾ നമുക്ക് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആവറേജ് 3 എന്നൊരു ഫംഗ്ഷൻ പേര് കൊടുക്കണം, എന്നിട്ട് അത് 3 നമ്പേഴ്സിൻ്റെ ആവറേജ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ലിസ്റ്റിൽ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡിഫൺ എഴുതുക. ഒരു പ്രോംപ്റ്റിൻ്റെ വരേണ്ട ഒരു വരയും ഒരു ആരോ മാർക്കുമാണ് അത്. ഡിഫൺ ആവറേജ് 3. അപ്പോൾ ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ ആവറേജ് 3 ആണ്. ഏതൊക്കെ പാരാമീറ്റർ കൊടുത്തു? 3 പാരാമീറ്റർ കൊടുക്കണ്ടേ കണ്ടുപിടിക്കണമെങ്കിൽ? അപ്പം N1 N2 N3 3 നമ്പർ കൊടുക്കണം. ഇനി എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കേണ്ടത്? അതാണ് നമ്മൾ അടുത്ത കൊടുക്കുന്നത്. ബ്രാക്കറ്റിൽ എന്താണ്? #+N1 N2 N3 അടുത്ത 3 എന്ന് കൊടുക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവാലുവേറ്റ്? N1 + N2 + N3 / 3 എന്നത് ഇവാലുവേറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത എന്ത് കിട്ടും നമുക്ക്? ആവറേജ് 3 എന്നുള്ളതാണ് ഫംഗ്ഷൻ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഡിഫൺ എന്താണ് ആകെ ചെയ്യുന്നത്? നമ്മളവിടെ എഴുതുന്നതല്ല, കമ്പ്യൂട്ടർ തന്നെ തിരിച്ചെന്ത് റിട്ടേൺ ചെയ്യും? ഡിഫണിൻ്റെ വാല്യൂ, ഡിഫൺ വെച്ചിട്ട് ഏത് ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്യുന്നത് ആ വാല്യൂ റിട്ടേൺ ചെയ്യും. ഇവിടെ എന്താണ്? ആവറേജ് 3 ആണ്. ഇനി നമുക്കിതിൻ്റെ ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ ഇതുപയോഗിച്ച് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് കോൾ ചെയ്യണം ഫംഗ്ഷന്. അപ്പോൾ കോൾ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ബ്രാക്കറ്റിനകത്ത് നമുക്ക് ആവറേജ് 3 എന്നുള്ള എഴുതുക, ഫംഗ്ഷൻ നെയിം എഴുതുക, എന്നിട്ട് 3 പാരാമീറ്റർ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്നിട്ട് 10, 20, 30 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആ ഒരു 20 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി അങ്ങനെ നമുക്ക് ഒരു ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കോൾ ചെയ്യാമെന്ന് പഠിച്ചു. ഇനി രണ്ടാമത് എന്താണ്? പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻ ആണ്. പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചില പർട്ടിക്കുലർ ഫംഗ്ഷൻസ് ഉണ്ട്, അത് ഈ ആർഗ്യുമെൻറ്റ്സിന് ചില സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ എന്നൊക്കെ നമ്മൾ പറയൂലേ, അതാണ് പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ മെമ്പർ എന്നുള്ളൊരു പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻ, അത് മാത്രം വേറെ വാല്യൂസാണ്. അതല്ലാതുള്ള എല്ലാ ഫംഗ്ഷനും റിട്ടേൺ ചെയ്യുന്ന either ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടും, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രെഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആറ്റം, ഈക്വൽ, ഈവൻ P, ഗ്രേറ്റർ P, ലെസ് P, ലിസ്റ്റ് P, നള്ള്, നമ്പർ P, ഓഡ് P, 0P. അപ്പോൾ നിങ്ങൾക്ക് ഈ വാക്കുകൾ വായിക്കുമ്പോൾ തന്നെ അറിയാം. ആറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ഒരു കാര്യം കൂടെ, ലോജിക്കൽ ഫംഗ്ഷൻ. ലോജിക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഓഫ് കൺട്രോൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം ലോജിക്കൽ ഫംഗ്ഷൻ ആൻഡ്, ഓർ, നോട്ടൊക്കെയാണ്. പിന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച്, ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ബ്രാഞ്ചിങ് അല്ലെങ്കിൽ ലൂപ്പിംഗ് നടത്താനാണ് എന്ത് ഉപയോഗിക്കുന്നത്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്. ഈഫ് ദെൻ, അതൊക്കെ ഈഫ് ദെൻ, എൽസ് അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി ഇതൊക്കെ എന്താണെന്ന് അടുത്ത പറയാം. പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻ എന്നാൽ, ലോജിക്കൽ എന്താണ്, കണ്ടീഷണൽ ഫംഗ്ഷൻ എന്താണെന്ന്. പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആറ്റം എന്നുള്ള പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻ ഒരു വാലിഡ് ആറ്റം ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻ T എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. നിങ്ങൾക്ക് ആ ടേബിളിൽ കാണാൻ പറ്റും. അപ്പോൾ ഒറ്റ ആർഗ്യുമെൻ്റ് ഉള്ളത് ശരിയാണെങ്കിൽ T എന്ന് റിട്ടേൺ ചെയ്യും. അത് ആർഗ്യുമെൻറ്റ് മീൻസ് ആറ്റം ഒന്നും അല്ല, വേറെ ലിസ്റ്റ് എന്താണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? നിൽ എന്നുള്ള റിട്ടേൺ ചെയ്യും. അടുത്ത ഈക്വൽ ഫംഗ്ഷൻ കണ്ടോ, ഈക്വൽ A കാർ -AB. അപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഈക്വൽ എന്ന് പറഞ്ഞാൽ 2 ആർഗ്യുമെൻ്റ് ഉണ്ട്. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഇവിടെ ഏതാ? A ആണ്. കാർ AB എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ആ ലിസ്റ്റിലെ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കണം. അപ്പോൾ A = A ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് T റിട്ടേൺ ചെയ്യും, ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്യും. അടുത്ത ഈവൻ NP, ഈവൻ നമ്പർ ആണോ? NP 3 എന്ന് എഴുതിയിട്ടുണ്ട്. 3 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആണോ? അല്ല. അപ്പോൾ എന്ത് നിൽ എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അടുത്ത ഓഡ് P3, നിങ്ങൾക്കറിയാം 3 എന്ന് പറയുന്ന ഓഡ് നമ്പർ, അപ്പോൾ ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്യും. അടുത്ത 0P.0001, 1 എന്നുള്ളത് 0 ആണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് നിൽ എന്ന് റിട്ടേൺ ചെയ്യും. അടുത്ത ഗ്രേറ്റർ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 4, 27 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ P കഴിഞ്ഞ് നിങ്ങൾക്ക് എത്ര നമ്പർ എഴുതുന്നോ അതെല്ലാം ഇൻക്രീസിങ് ഓർഡറിലായിരിക്കണം. അങ്ങനെയാണ് ഈ ഗ്രേറ്റർ P എന്നുള്ള ഫംഗ്ഷൻ T എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിലോ നിൽ എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അത് ലെസ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയറിൽ നിന്ന് ലോവറിലോട്ട് പോകുന്ന പോലെയാണ് എഴുതി. ഇവിടെ 5, 3, 1, 2, അപ്പോൾ തെറ്റല്ലേ? 5, 3, 2, 1 എന്ന് എഴുതിയിരുന്നെങ്കിൽ അത് ശരിയായേനെ. അതിൽ ലിസ്റ്റ് P എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാലിഡ് ലിസ്റ്റ് ആയിരിക്കണം. ഉണ്ടോ? ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റിനകത്ത് ഏതെങ്കിലും അക്ഷരം എഴുതുന്നത് അല്ലെങ്കിൽ നമ്പർ എഴുതുന്നത്. അപ്പോൾ ലിസ്റ്റ് വാലിഡ് ആണ് കേട്ടോ. അതുകൊണ്ട് ലിസ്റ്റ് P ബ്രാക്കറ്റിൽ എഴുതിയാണ് ട്രൂ എന്ന് റിട്ടേൺ ചെയ്തു. അടുത്ത നിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു empty സെറ്റാണ്. അപ്പോൾ നള്ള് തന്നെയല്ലേ, വാല്യൂ ഒന്നും ഇല്ലാത്തല്ലേ നില്ലിന്, അപ്പം ട്രൂ എന്നുള്ളത് റിട്ടേൺ ചെയ്തു. ഓക്കെ,
ഇനി അടുത്ത നമുക്കിപ്പോൾ ലോജിക്കൽ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം ഇതുപോലെ തന്നെയാണ്. ഏതെങ്കിലും വാല്യൂസ് സെറ്റ് ചെയ്യും, എന്നിട്ട് നോട്ട്, ഓർ, ആൻഡ് തുടങ്ങിയ കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള പോലെ തന്നെയാണ്. അതുപോലെ ഇത് ഇവാലുവേറ്റ് ചെയ്യും. നോട്ട് എന്ന് പറയുന്നത് എന്താണ്, സിമ്പിളാണ്. അത് ഒരു ആർഗ്യുമെൻറ്റേ റിട്ടേൺ ചെയ്യുള്ളൂ. ആർഗ്യുമെൻറ്റ് ഇവാലുവേറ്റ്സ് ടു എന്താണ് റിട്ടേൺസ് ട്രൂ ഇഫ് ആർഗ്യുമെൻറ്റ് ഇവാലുവേറ്റ്സ് ടു. അപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ടി എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അതുപോലെ ഏതെങ്കിലും സംഭവത്തിന് ഉത്തരം കിട്ടിയാലോ അത് നില്ലെന്നുള്ള വാല്യൂസ് റിട്ടേൺ ചെയ്യും. പിന്നെ ആൻഡും ബോത്തും ഇഷ്ടംപോലെ ആർഗ്യുമെൻറ്റ്സ് എടുക്കാം. ഇതെല്ലാം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. പിന്നെ ആൻഡിൻ്റെ കേസിലാണെങ്കിൽ ഈ ഓൾ ആർഗ്യുമെൻറ്റ്സ് വാല്യൂ ടു നോണിൽ എല്ലാ ആർഗ്യുമെൻറ്റും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാല്യൂ കിട്ടുന്നെങ്കിൽ അതിൽ ലാസ്റ്റ് ആർഗ്യുമെൻ്റ് വാല്യൂ ആണ് റിട്ടേൺ ആവുന്നത്, അല്ലെങ്കിലോ നില്ലാണ് റിട്ടേൺ ചെയ്യുന്നത്. ആർഗ്യുമെൻറ്റ് ഓറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അണ്ടിൽ വൺ ഇവാലുവേറ്റ്സ് ടു നോണിൽ ഏതെങ്കിലും ഒരെണ്ണം അതിന് വാല്യൂ കിട്ടിയാൽ തന്നെ അത് റിട്ടേൺ ചെയ്യും വാല്യൂ. അല്ലെങ്കിൽ ഒന്നിനും വാല്യൂ കിട്ടുന്നില്ലെങ്കിൽ മാത്രം അതിന് ഇല്ലെന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ മനസ്സിലായി, കുറേ കണ്ടീഷൻ കൊടുക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓർ എന്നുള്ളത് വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ.